നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ SFI ഈ കേരളത്തിന്റെ തെരുവീതികളിൽ ഒരുപാട് സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അതിനെതിരായിട്ടുള്ള സമരപരിപാടിയായിരുന്നു SFI ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ ഭാഗമായി പല യൂണിവേഴ്സിറ്റികളിലേക്കുമൊക്കെ ആ സമര പരമ്പരകൾ നീളുകയുണ്ടായി. VC രാജിവെക്കണമെന്നും VCയെ കൊണ്ട് രാജിവെപ്പിച്ചതിന് ശേഷമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ളത് SFI ദൃഢമായി എടുത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സമരത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക ജനവിഭാഗങ്ങളും, കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളും ഈ സമരത്തിനൊപ്പമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ സമരം ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ കേരള ജനത ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായിരുന്നു ഈ സമരത്തിന്റെ ഉദ്ദേശം? ഈ സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൽ RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ BJPയുടെയും RSSന്റെയും ശ്രമം. അതിനെതിരായിട്ടായിരുന്നു ഈ സമര പരമ്പരകൾ ഒക്കെ നടന്നത്. ഈ സമരത്തിൽ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പങ്കെടുത്തു. എതിർ വശത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പോലും SFIയെ വാനോളം പുകഴ്ത്തുകയുണ്ടായി. PJ കുര്യൻ അടക്കമുള്ള അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള ആൾക്കാർ വരെ ഈ സമരത്തിനെ പുകഴ്ത്തുകയും SFIയുടെ ആ സമര വീര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളും സ്വീകരിക്കുകയുണ്ടായി. ഈ സമരപരിപാടി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ RSS മറ്റൊരു അജണ്ട നടപ്പിലാക്കുകയുണ്ടായി. അതായത് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിക്കുന്ന ഒരു സമ്പ്രദായം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സവർണർ ഉണ്ടാക്കി വെച്ച ഒരു ആചാരം വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. SFIയും അതുപോലെ തന്നെ DYFIയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ AIYF പോലുള്ള CPIയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ എല്ലാവരും രംഗത്ത് വരികയുണ്ടായി. എന്നാൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും അതിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ ആചാരത്തിലേക്ക് പോണം എന്ന് ആഗ്രഹിക്കുന്ന RSSന്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചു കണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പഠന ക്യാമ്പിൽ PJ കുര്യൻ ഉൾപ്പെടെ പറയുകയുണ്ടായി, SFIയുടെ സമര മാതൃക നമ്മൾ അനുകരിക്കണമെന്ന്. തീർച്ചയായും SFI ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ RSSന്റെ കീഴിലുള്ള ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കാസർഗോഡും കോഴിക്കോടും ഒക്കെയുള്ള RSSന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിക്കുകയുണ്ടായി. അതിനെതിരായിട്ട് ഒരു വാക്ക് കൊണ്ടുപോലും പറയാൻ VD സതീശനോ പ്രതിപക്ഷ കക്ഷികളോ ആരും തന്നെ മെനക്കെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിനെതിരായിട്ട് ശക്തമായി പ്രതികരിക്കേണ്ടായി. ആ പ്രതികരിച്ചതിന്റെ ഒരു ഭാഗം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം. ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ്. ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ പേര് അനൂപ് എന്നാണ്. ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം. അദ്ദേഹം BJPയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ടെ പഞ്ചായത്ത് മെമ്പറുമാണ്. ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ BJP നേതാവിന്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് RSSകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ RSS നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി വിശ്വസിക്കുന്ന മതാചാരങ്ങളെ അവർ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ ചൂഷണം ചെയ്ത്
നമ്മുടെ വിദ്യാർത്ഥികളെ കൊണ്ട്, നമ്മുടെ സഹപാഠികളെ കൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് കഴുകിപ്പിക്കുന്ന സമീപനം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരായി പ്രതികരിക്കണം. ഇത്തരം അപരിഷ്കൃതമായ നടപടികൾ സ്വീകരിക്കാൻ കുട്ടികളെ മാനസികമായി ടോർച്ചർ ചെയ്ത് പ്രേരിപ്പിക്കുന്ന ഇത്തരം വിദ്യാലയങ്ങൾക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഈ കേരളത്തെ ചാതുർവർണ്ണ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ എന്താണോ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ ഒരു ആശയതലം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിശ്രമമാണ്. നിർഭാഗ്യവശാൽ ഈ സ്കൂളുകളിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസ്ഥിതിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് യോജിക്കാനാവില്ല. ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് കേരളത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കേരളത്തിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ശ്രേഷ്ഠരും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയത്തിലേക്ക് യഥാർത്ഥത്തിൽ RSS ആണ് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. മനുസ്മൃതി രാജ്യത്തിന്റെ ഭരണഘടനയാവണം എന്നവർ ശഠിക്കുകയാണ്. മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ഒരു വാചകം RSSകാർ കേരളത്തിൽ പറയാറില്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും പറയാറുണ്ട്. പിതോ രക്ഷതി കൗമാരെ ഭർത്രോ രക്ഷതി യൗവനെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. പുത്രോ രക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ്. ഒരു സ്ത്രീയും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് RSSന്റെ തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രം കേരളത്തോട് വിശദീകരിക്കാൻ RSSന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തലയിലേക്ക് നിർബന്ധിതമായി തള്ളിക്കയറ്റാൻ ആവശ്യമായ സമീപനം കേരളത്തിൽ RSS സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം സ്കൂളുകൾക്കെതിരെ ഇങ്ങനെ BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെ കാല് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട്, വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയിപ്പിച്ച സ്കൂളുകൾക്കെതിരായ കൃത്യമായ നടപടി കേരളത്തിലെ ഭരണ സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. RSSന്റെ അജണ്ട അങ്ങ് വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ചെയ്യിക്കുന്നത് പോലെ ഈ കേരളത്തിൽ, നവോത്ഥാന കേരളത്തിൽ, ശ്രീനാരായണ ഗുരുദേവന്റെ കേരളത്തിൽ, ചട്ടമ്പി സ്വാമികളുടെ കേരളത്തിൽ, അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള നവോത്ഥാന നായകർ ഉഴുതുമറിച്ച് ഇവിടെ ഈ കേരളത്തിലാണ് വന്ന് ഇതുപോലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നവോത്ഥാന കേരളത്തിൽ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ തയ്യാറാകില്ല എന്നുള്ളതാണ് ശിവപ്രസാദ് പറഞ്ഞിരിക്കുന്നത്.